പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കവച്ചു വയ്ക്കാൻ പോവുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഇതിനേക്കാൾ കൂടുതൽ. കാരണം രാഹുൽ ഗാന്ധി 3.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ ഇതുവരെയുള്ള വോട്ടിൻ്റെ നിലവാരം നോക്കുമ്പോൾ 4 ലക്ഷവും കടക്കും. ഒരു പക്ഷേ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ 5 ലക്ഷത്തിലും എത്താനുള്ള സാധ്യതകളുണ്ട്. പാലക്കാടിൻ്റെ സ്ഥിതി കഴിഞ്ഞ തവണ 4000-ഓളം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. ഇപ്പം തന്നെ ഏതാണ്ട് 16,000 കഴിഞ്ഞ് 20,000-ഓടടുപ്പെത്തുകയാണ്. ഏതായാലും ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ 20,000-നും 25,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കും എന്ന് ഇപ്പോൾ നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടുമില്ല. ചേലക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ രാധാകൃഷ്ണൻ ജയിച്ചത്. ഇപ്പോൾ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. എത്രമാത്രം ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചേലക്കരയിലെ ഭൂരിപക്ഷം കഴിഞ്ഞ 40,000-ൽ നിന്ന് 10,000-ഓ 15,000-ഓ ആയി കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയാണ് CPM-ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലം. അവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തി. മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം അവിടെ വന്നു. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ തവണത്തതിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയും, പകുതി പോലും ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. പാലക്കാടും വയനാടും ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. പാലക്കാട് ഏറ്റവും ദയനീയമായിട്ടുള്ള സ്ഥിതി 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കുതിക്കാൻ നോക്കിയ CPM-നെ 3-ാം സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നു. 4-ാം സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയ സരിൻ എത്രമാത്രം മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനത്തെ ദിവസം സംസാരിച്ചത്. കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്താൽ ആ ആളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയ വോട്ട് മുഴുവൻ കിട്ടുമെന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സങ്കല്പം തകർന്നു, സരിൻ്റെ സ്വപ്നം തകർന്നു എന്നാണ് ഇവിടെ ചാനലുകളിൽ എഴുതി കാണിക്കുന്നത്. സരിൻ കണ്ട ദിവാർ സ്വപ്നം തകർത്തത് UDF-ൻ്റെ വലിയ വിജയമാണ്. അതുകൊണ്ട് ഈ 3 തെരഞ്ഞെടുപ്പുകളിലുമുള്ള ഫലം വിലയിരുത്തിയാൽ ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിൽ ശക്തമാണ്. ചേലക്കരയിൽ കഷ്ടിച്ച് കഴിഞ്ഞതിനേക്കാൾ ഒരു 4-1 ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു എന്നുള്ളത് ഒരു വിജയമായി ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളെയും പരിപൂർണമായി തള്ളിക്കൊണ്ട് UDF-നെതിരായി നടത്തിയ എല്ലാ BJP-യുടെയും CPM-ൻ്റെയും ദുഷ്പ്രചരണങ്ങളെ തള്ളിക്കൊണ്ട് പാലക്കാട് ഞങ്ങൾക്കെതിരായി നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിനെല്ലാം പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിക്കുന്ന പാലക്കാടെയും അതുപോലെ തന്നെ വയനാട്ടിലെയും ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷം തകർത്തുകൊണ്ട് ഇത്തവണ UDF-ന് വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അവർക്ക് ഞങ്ങൾ UDF-ൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പല ഘടകങ്ങളുണ്ട്. ആ പല ഘടകങ്ങളും അതിലുണ്ടാവുമല്ലോ. അതാണ് ചേലക്കരയുടെ കാര്യം പറഞ്ഞത്. ചേലക്കരയിൽ ഭൂരിപക്ഷം 4-1 കുറഞ്ഞു. പാലക്കാട് എത്ര 5 വർദ്ധിച്ചു. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയേക്കാൾ 1 ലക്ഷത്തിൽ അധികം വോട്ടിൽ വരും. പിന്നെ എവിടെയാണ് വിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന് പറയുന്നത്? അത് കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഭരണവിരുദ്ധ വികാരം. അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് മറുപടി പറയാനൊന്നും ഞാനില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം പറയാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുള്ളൂ. അങ്ങനെയല്ല പല ഘടകങ്ങളാണ് കോൺഗ്രസ് ഈ വിജയത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞത്.
അർദ്ധരാത്രി 12 മണിക്ക് ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണന്റെയും മുറിയിൽ തട്ടി സെർച്ച് ചെയ്യാൻ പോയത്. അതിനെതിരായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നടന്ന എല്ലാ സംഭവങ്ങളിലും കോൺഗ്രസിനെയും UDF-നെയും അവമതിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി അവസാനം ചരിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞതെന്താ, സന്ദീപ് വാര്യർ എന്തിനാണ് പാലക്കാട് തങ്ങളെ കാണാൻ പോയി. ഇതുപോലെ വിഷം തീറ്റുന്ന വർഗീയ പ്രചരണം മുഖ്യമന്ത്രി നടത്തിയിട്ടും പാലക്കാടെയും അതുപോലെ തന്നെ വയനാട്ടിലെയും ചേലക്കരയിലെയും ജനങ്ങൾ വർഗീയ ശക്തികൾക്ക് ശക്തമായ മറുപടിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്.